ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് ഇതാ കിച്ചണിലേക്ക് വന്ന് ജനലൊക്കെ തുറന്ന് നോക്കുമ്പോൾ മഴയുടെ ചാറ്റലും ചീറ്റലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇന്നലെ കടയിൽ പോയപ്പോഴേ മേടിച്ച കുറച്ച് നാടൻ ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് വെച്ചിട്ട് ഒരു മോരുകറി വെക്കാമെന്നാണ് വിചാരിക്കണേ. മോരുകറിയിൽ ചേമ്പിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെള്ളരിക്ക ഇട്ടിട്ട് മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വെക്കാൻ പോണത് ചേമ്പിട്ടിട്ടാണ്. ചേമ്പിട്ടിട്ട് മോരുകറി വെക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ മോരുകറി ആണെങ്കിലും മീൻ കറിയൊക്കെ ആണെങ്കിലും ഞാൻ അടുപ്പത്ത് തന്നെയാണ് കൂടുതലും വെക്കാറ്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ സെറ്റാക്കി അതിലേക്ക് ചേമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചേമ്പ് അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ വെള്ളമൊക്കെ ഒഴിച്ച് വേവാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ചേമ്പൊക്കെ അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അങ്ങനെ അരപ്പിക്ക് വേണ്ട തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 4 അല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയണ പോലെ അതിലേക്ക് ഇടേണ്ടതാണ് കുറച്ച് ജീരകം, പിന്നെ 4 മണി കുരുമുളകും കൂടി അതിലേക്ക് ഇടണം. അങ്ങനെ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ചേമ്പ് ഏകദേശം ചെറുതായിട്ടൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം നന്നായി തീ കത്തിക്കുക. അങ്ങനെ അരപ്പൊക്കെ അവിടെ റെഡിയാക്കാൻ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ ഇടയിൽ കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നന്നായി തള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈര്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തൈരാണെങ്കിൽ തൈര് അല്ലെങ്കിൽ മോര് എന്താ വെച്ചാൽ അത് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. പുളിക്ക് അനുസരിച്ച്. എനിക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ലെങ്കിലും ഒരു മീഡിയം പുളി തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മോര് കറി തിളച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ആവശ്യമുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകും നമ്മുടെ കടുകും ഉലുവയാണ്. അങ്ങനെ പാനൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ ഈ ഉലുവ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ. അത് കക്കിയില്ലേ. എന്നാലും മോര് കറിക്ക് അത് ഇടുന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോര് കറിയിലേക്ക് നമ്മൾ ആ വറവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം നമ്മുടെ മോര് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ചേമ്പിട്ടിട്ട് വെക്കണം മോര് കറി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചയൂണിന് ഇന്നത്തെ സ്പെഷ്യൽ മോര് കറിയാണ്. ഇന്ന് എല്ലാവർക്കും ഊണിന് എന്തായിരുന്നു കറി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ചെറിയ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.